അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡേയിൽ മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടി ഒന്നല്ല ഈ വുമൺ എന്നുള്ള ഒരു കൺസെപ്റ്റ്. വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ മെൻസ് ഡേയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. അതായത് മെൻസിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി വുമൻസിന് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ആയിട്ട് വരുന്നത്. അത് വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് ബോയ്സിന് കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും അവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ഡേ നമുക്ക് ആവശ്യമില്ലല്ലോ. അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ പ്രിവിലേജ് കാര്യങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ എഫേർട്ടിന് വരെ ഒരു റെക്കഗ്നീഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുമൻസ് ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിമൻസ് ഡേയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ പുരോഗതിക്കും വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ആളുകൾ, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, നാളെയും പ്രവർത്തിക്കേണ്ട ആളുകൾക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടും അവരുടെ നേട്ടങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. EduFlair, education driven by passion.